السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. اللهم صل وسلم على محمد وعلى آل محمد. എല്ലാവർക്കും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഫിഖ് ക്ലാസിന്റെ 12ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. തസ്ബീത്തിനെ പറ്റിയും തൽക്കീനെ പറ്റിയുമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരാൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കും നമുക്കും ഇടയിൽ ഒരു മറ ഉണ്ടായി എന്നു പറഞ്ഞാൽ അവര് നമ്മിൽ നിന്ന് പലതും ആഗ്രഹിക്കുന്നു, നമ്മോട് പലതും അവർ ആവശ്യപ്പെടുന്നു, നമ്മുടെ പ്രാർത്ഥനയും മറ്റ് സഹായങ്ങളും അവർ തേടുകയും ചെയ്യുന്നു. പക്ഷേ അവരുടെ സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാളെ ജനാസ ചുമലിലേക്ക് എടുത്തു കഴിഞ്ഞ് അവരെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ മയ്യത്ത് ആവശ്യപ്പെടുന്നു, ഇൻകാനത്ത് സ്വാലിഹത്തൻ, ഈ മയ്യത്ത് ജനാസ നല്ലതാണെങ്കിൽ കദ്ദിമൂനി കദ്ദിമൂനി, നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകുവിൻ, എന്നെ വേഗം കൊണ്ടുപോകുവിൻ എന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ചീത്തയായ വൈൻകാനത്ത് ഗൈറദാലിക, ചീത്തയായ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് വാവിട്ട് കരയുന്നു, യാ വൈലഹാ, അതിന്റെ നാശമേ എന്ന് വിളിക്കുന്നു. അയിന് യദ്ഹബൂന ബിഹ, എങ്ങോട്ടാണ് ഇവര് കൊണ്ടുപോകുന്നത് എന്ന് വിളിച്ച് അട്ടഹാസിക്കുന്നു. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മറ്റ് വസ്തുക്കളൊക്കെയും അതിന്റെ ആ ശബ്ദവും ആ ആവശ്യപ്പെടലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. എന്നാൽ മയ്യത്ത് നിസ്കരിച്ചു കബറടക്കാൻ പോവുകയാണ്. കബറടക്കി അതിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലു ലി അഖീകും തസ്ബീത, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കുകയും ഫ ഇന്നഹുൽ ആന യുസ്അൽ, അദ്ദേഹത്തിന് ഇപ്പം ചെയ്യപ്പെടാൻ പോവുകയാണ്. അങ്ങനെയാണ് മയ്യത്ത് പൂർണ്ണമായും മറമാടി കഴിഞ്ഞതിന് ശേഷം ആണ് അവർക്ക് വേണ്ടി തസ്ബീത്ത് ചെല്ലേണ്ടത്. നമ്മുടെ നാട്ടിൽ മയ്യത്തിന്റെ പണി തുടങ്ങിയപ്പോൾ തന്നെ ഒരു 3 പിടി മണ്ണിട്ട് കഴിഞ്ഞാൽ തന്നെ നാം തസ്ബീത്ത് തുടങ്ങുകയാണ്. അതിങ്ങനെയാണ് ചൊല്ലാറ്, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, പടച്ചവനെ ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് ദൃഢത നീ നൽകണമേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുവേ അവർക്ക് ജവാബ് നീ തോന്നിപ്പിച്ചു കൊടുക്കണേ, ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ നീ തോന്നിപ്പിച്ചു കൊടുക്കണമേ. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, അവരുടെ 2 ഭാഗങ്ങളിൽ നിന്നും ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ മിൻഹു മിൻ കുല്ലൽ ഫസ്, ഏത് പേടിക്കപ്പെടുന്നതിനെ തൊട്ടും അയാൾക്ക് സമാധാനം നൽകണമേ. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു, പടച്ചവനെ ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, കൃപ ചെയ്യണമേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഈ വാക്ക് സത്യത്തിൽ ഹദീസിൽ വന്നൊന്നുമല്ല. ഹദീസിൽ വന്നത് സലൂലി അഖീകും തസ്ബീത, നിങ്ങളുടെ സഹോദരന് തസ്ബീത്തിനെ ചോദിക്കുവിൻ എന്നാണ്. പിന്നെ പൂർവികരായ മുസ്ലിമീങ്ങൾ ഇത്തരം വാക്കുകളെ കൊണ്ട് അത് ആ തസ്ബീത്ത് ഇങ്ങനെ സ്ഥാപിതമാക്കി എന്ന് മാത്രം. എന്നതുപോലെ തന്നെ ഖബറിന്റെ പണികളൊക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ തെൽക്കീൻ ചോദിക്കുന്നു. ഈ തെൽക്കീൻ സുന്നത്താണ് എന്നുള്ളത് പല പണ്ഡിതന്മാരും പറയുകയും പൂർവികരായ ആളുകൾ അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. അതിന്റെ രത്ന ചുരുക്കവും ഇതാ, ഈ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് മറുപടി ഇട്ടുകൊടുക്കാൻ തോന്നിപ്പിച്ചു കൊടുക്കുക. ആദ്യം പറയുന്ന മുഖവരിയായിട്ട് കുല്ലു നഫ്സിൻ ദാഇ അസ്സലാമു അലൈക യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഏ മുഅ്മിനീങ്ങളുടെ ഭവനമേ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ രുചിച്ചു നോക്കും, എന്നാൽ ഓരോരുത്തർക്കും അവരവരെടുത്ത പണിക്ക് കൂലി കിട്ടും. ഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നിങ്ങൾക്ക് എടുത്ത പണിക്ക് പ്രതിഫലം ലഭിക്കും. ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്നത്ത്, ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റി സ്വർഗത്തിലേക്ക് 2 കാലും വെച്ച് കഴിഞ്ഞാൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. വൽ ഹയാത്തു ദുനിയ, ഈ ഭൗതികമായ ലോകമില്ല, ഇല്ലാ മത്താഉൽ ഗുറൂർ, വെറും വഞ്ചിക്കപ്പെടുന്ന ഒരു ലോകം മാത്രമാണ് എന്ന് ആയത്ത് മുഖവര ഓതിയിട്ട് പിന്നെ പറയുന്നു, യാ അബ്ദുല്ലാഹ്, ആണാണെങ്കിൽ അള്ളാഹുവിന്റെ അടിമേ, പെണ്ണാണെങ്കിൽ യാ അമത്തല്ലാഹ് ബിന്ത് അമത്തില്ല, ആണാണെങ്കിൽ യാ അബ്ദുല്ലാ ഇബ്നു അമത്തില്ല, ഉദ്കുരിൽ അഖ്ദ, നീ ഉടമ്പടി മറക്കരുത്, അത് ഓർക്കണം. അല്ലദീ കുൻത അലൈഹി ഫീ ദാരി ദുനിയ, നീ ആ ദുനിയാവിൽ അങ്ങനെ ആ ഒരു ഉടമ്പടിയിലായിരുന്നു. പരലോകത്തേക്ക് നീ യാത്ര ചെയ്തതും ആ ഉടമ്പടി നിലനിർത്തിക്കൊണ്ടാണ്. അതേതാണ് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും
മുഹമ്മദ് നബി അള്ളാഹുവിന്റെ തിരുദൂതരാണെന്നുള്ള ആ ഉടമ്പടിയെ നീ മറക്കരുത്. എന്നിട്ട് പറയുക ജാക്കൽ മലക്കാനിൽ കരീമൽ മുസമ്മയാനി മുങ്കരും നക്കീർ, മുങ്കർ നക്കീർ എന്ന മലക്ക് ഇപ്പോൾ നിന്റെ അടുക്കൽ വരികയും വായിക്കല്ലാക്ക നിന്നെ ഉണർത്തി വസഅലാക്ക നിന്നോട് ചോദിച്ചു മർ റബ്ബുക്ക നിന്റെ രക്ഷിതാവ് ആരാണ്, ഒമൻ നബിയുക്ക നിന്റെ പ്രവാചകർ ആരാണ്, വമാ ദീനുക്ക നിന്റെ മതം ഏതാണ്, വമാ കിബിലത്തുക്ക നിന്റെ കിബില ഏതാണ് എന്ന് ചോദിച്ചു. പിന്നെയോ വമൻ ഇഖ്വാനുക്ക നിന്റെ സഹോദരങ്ങൾ സഹോദരിമാര് ആരാണെന്ന് ചോദിച്ചാൽ ഫകുല്ലുഹുമാ ബിലിസാനിൻ ത്വലിഖിൻ ഫസീഹ് സ്ഫുടമായ പതറാത്ത നല്ല വാക്ക് നീ അവരോട് പറയില്ല. ജസൈൻ വലാ ഫസൈൻ അല്ലാഹു റബ്ബി അല്ലാഹു എന്റെ രക്ഷിതാവാണ്, മുഹമ്മദ് നബി മുഹമ്മദ് നബി എന്റെ പ്രവാചകനാണ്, വൽ ഇസ്ലാം ദീനി എന്റെ മതം ഇസ്ലാമാണ്, വൽ കഅബത്തു ഖിബ്ലതി എന്റെ കിബില അത് കഅബ ഷരീഫ് ആണ്, എന്റെ മുസ്ലിമീങ്ങൾ സഹോദരങ്ങളാണ്, മുസ്ലിമാത്തുകൾ അവര് സഹോദരിമാരുമാണ് എന്ന് പറയുക. അങ്ങനെ നിനക്ക് പറയാൻ സാധിക്കട്ടെ. സബ്ബത്തല്ലാഹു ബിൽ ഖൗലി സാബിത്ത്, ഉറച്ച വാക്ക് പറയാൻ നിനക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് അങ്ങനെ ഈ തൽക്കീൻ അവസാനിപ്പിക്കുന്നത്. ഇത് രണ്ടും നിസ്സാരവൽക്കരിക്കേണ്ട, തസ്ബീത്തായാലും തൽക്കീനായാലും പൂർവികരായ മുസ്ലിം ഉമ്മത്ത് അത് നടപ്പിൽ വരുത്തിയെങ്കിൽ ആ വഴിയിലൂടെ പോകലാണ് ഏറ്റവും അഭികാമ്യമായ മാർഗം. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനോട് അനുധാവനം ചെയ്യുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബാത്തിലായി മനസ്സിലാക്കാനും അത് പുറം തള്ളുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.